ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇഷ്ടപരമ്പരയുടെ പുതുപുത്തൻ വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവർക്കും ഇന്ന് നല്ലൊരു ദിവസമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷങ്ങളിലേക്ക് കടക്കാട്ടോ. അങ്ങനെ കാവേരിയും കുടുംബത്തെയും മറ്റു പലതും പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കാനായിട്ട് ജയബാലൻ ശ്രമിക്കുകയാണ്. അരവിന്ദന് തോട്ടം മേടിക്കാൻ ആഗ്രഹമുണ്ടായിരുന്നു എന്നുള്ളത് സത്യം തന്നെയാണ്. പക്ഷേ അവനത് മേടിക്കാൻ സാധിച്ചില്ല എന്നും അത് മറ്റൊരാൾക്ക് മറിച്ച് വിറ്റുപോയി എന്നൊക്കെ പറയാണ് കേട്ടോ. ഇതേ സമയമാണ് ദൈവദൂതനെ പോലെ നമ്മുടെ നിവിനാണെങ്കിൽ ആ തോട്ടം മേടിച്ചിരുന്ന ആ വ്യക്തിയെ അവർ പോയി കണ്ട ഒരാളുണ്ടല്ലോ, അയാളെയും കൂട്ടിക്കൊണ്ട് അങ്ങോട്ട് വരുന്നത്. അയാളെ കാണുന്ന ജയബാലൻ ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ്. അപ്പം നിവിനാണെങ്കിൽ അയാളെ എല്ലാവരുടെ മുന്നിൽ കൊണ്ട് നിർത്തുക. ദേ, ഈ മനുഷ്യൻ്റെ കയ്യിൽ നിന്ന് ജയബാലങ്ങൾ സ്ഥലം മേടിച്ചത് എന്ന് പറയാം. അത് കേൾക്കുന്ന നമ്മുടെ രാജേശ്വരിയും നിവിനെ തുറിച്ചു നോക്കുകയാണ്. ആവശ്യമില്ലാത്ത കാര്യത്തിലൊക്കെ നീ എന്തിനാടാ പോയി ഇടപെടുന്നത് എന്നുള്ള രീതിയിൽ. അപ്പം കാവേരി ചോദിക്കും, ഇയാൾക്കാണോ നിങ്ങൾ ഈ തോട്ടം വിറ്റത് എന്ന് ചോദിക്കുക. അത് കേൾക്കുന്ന ആ ഉടമസ്ഥൻ പറയും, അതെ ജയബാലൻ, ഇയാൾക്കാണല്ലോ ഞാൻ ഈ തോട്ടം വിറ്റത് എന്ന് പറയാം. അപ്പോഴത്തേക്കും ജയബാലൻ കിടന്ന് ഉരുണ്ട് കളിക്കാണ് കേട്ടോ. അത് പിന്നെ അരവിന്ദിന് തോട്ടം മേടിക്കാനായിട്ട് സാധിച്ചില്ല. അപ്പം പിന്നെ ഞാൻ എൻ്റെ കയ്യിൽ കാശ് കൊടുത്ത് ആ തോട്ടം അങ്ങ് മേടിച്ചു, അത്ര തന്നെ. അതിലിപ്പോൾ ഇത്ര തെറ്റിരിക്കുന്നത് എന്താ എന്ന് ചോദിക്കാം. അത് കേൾക്കുന്ന കാവേരിക്ക് അടി മുതൽ മുടി വരെ അങ്ങ് ദേഷ്യം വരികയാണ് കേട്ടോ. കാവേരി ചോദിക്കും, ഇത്രയും നേരം താൻ എന്താടോ പറഞ്ഞത്? അച്ഛന് തോട്ടം മേടിക്കാൻ സാധിച്ചില്ലെന്നും ആ തോട്ടം മറിച്ചു വിറ്റു പോയെന്നും, എന്നിട്ട് താനിപ്പോൾ പറയുന്നു തൻ്റെ കയ്യിലെ കാശ് കൊടുത്ത് താൻ ആ തോട്ടം മേടിച്ചെന്ന്. മുമ്പേ താൻ എന്താ ഈ സത്യം ഞങ്ങളോട് പറയാതിരുന്നത് എന്ന് ചോദിക്കുക. അപ്പോൾ ഒരു നിമിഷത്തേക്ക് ജയബാലനാണെങ്കിൽ എന്തോ പറയണമെന്നറിയാതെ നിൽക്കുക. എൻ്റെ പാവം അച്ഛനെ ചതിച്ചിട്ടല്ലേടോ താൻ ഈ കാണുന്ന തോട്ടവും സ്വത്തും എല്ലാം സ്വന്തമാക്കിയത്? തനിക്ക് നാണം ഉണ്ടോടോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. ദേ കാവേരി, വായി തോന്നിയത് വിളിച്ചു പറയരുത് എന്ന് പറയാം. അപ്പം പെട്ടെന്ന് നമ്മുടെ ശാരദ മുന്നിലേക്ക് വന്ന് നിൽക്കുക. ജയബാലനേട്ടൻ, അങ്ങനെയല്ലേ തന്നെ ഞാൻ വിളിച്ചിട്ടുള്ളൂ. എൻ്റെ അരവിന്ദേട്ടൻ പറയുന്ന ഓരോ വാക്കിലും അത്രയും സ്നേഹമായിരുന്നു തന്നോട്. ആ പാവത്തെ മുതലെടുത്തുകൊണ്ട് മണലാരണ്യത്തിൽ കിടന്ന് രാപ്പകലില്ലാതെ അധ്വാനിച്ചുണ്ടാക്കിയ കാശ് തനിക്ക് എങ്ങനെ ഇങ്ങനെ ചതിക്കാൻ തോന്നിയടോ? എൻ്റെ അരവിന്ദേട്ടൻ്റെ മരണത്തിനു പോലും താനല്ലടോ ഉത്തരവാദി എന്ന് ചോദിച്ച് ശാരദ മുന്നിൽ കയറി നിൽക്കുക. താനും തൻ്റെ കുടുംബവും ഈ എൻ്റെ അരവിന്ദേട്ടനെ പറ്റിച്ചുണ്ടാക്കിയത് കൊണ്ട് നല്ല രീതിയിൽ ജീവിക്കില്ലടോ. താനൊക്കെ നശിച്ചു പോകത്തേ ഉള്ളൂ. തൻ്റെ കുടുംബത്തിലൊരു പുല്ല് പോലും മുളക്കില്ല. അതുപോലെ താൻ നശിച്ച് പോകും. അത് കേൾക്കുന്ന ജയബാലൻ അവിടെ നിന്ന് ചിരിക്കുകയാണ്. നീയൊക്കെ എന്നെ എത്രമാത്രം ശപിച്ചാലും അതൊന്നും ഈ ജയബാലനെ ഏൽക്കാൻ പോകുന്നില്ലടി. ഇങ്ങനെ പലതും കണ്ടും കേട്ടും തന്നെയാണ് ജയബാലൻ ഇവിടെ വരെ നിന്നത്. ഇത് കണ്ണീരുകൊണ്ടുള്ള ഒരമ്മയുടെ ശാപമോ, താൻ നശിക്കത്തേ ഉള്ളടോ എന്നും പറഞ്ഞിട്ട് ശാരദ അവിടുന്ന് പോവുക. കുറിച്ചു വെച്ചോ താൻ, തൻ്റെ കയ്യിൽ 10 പൈസ എടുക്കാതില്ലാതെ തെണ്ടിത്തിരിഞ്ഞ് എൻ്റെ മുന്നിൽ വന്ന് താനൊക്കെ നിൽക്കുന്ന ഒരവസ്ഥ തനിക്കുണ്ടാവും. ഇത് ശാരദയാണ് പറയുന്നത്. ഞാൻ ഇത്രയും കാലം ജീവിച്ചതിന് ഒരു നന്മയുണ്ടായിരുന്നെങ്കിൽ തന്നോട് ദൈവം ചോദിക്കും എന്ന് പറയാണ് കേട്ടോ. അപ്പം കാവേരിയും ദേഷ്യത്തോടെ ജയബാലൻ്റെ കോളറിന് കുത്തി പിടിക്കുന്നൊക്കെ ഉണ്ട്. പക്ഷെ ജയബാലൻ ഓരോന്നൊക്കെ പറഞ്ഞ് അവരെ ഒഴിവാക്കി വിടുകയാണ് കേട്ടോ. കാരണം കാവേരിയുടെ മുന്നിൽ മറ്റ് തെളിവുകളൊന്നും ഇല്ല താനും. അതുകൊണ്ട് തന്നെ ഇതേ സമയം രാജേശ്വരിക്ക് നല്ല ദേഷ്യം വരികയാണ്, തൻ്റെ മകൻ ആവശ്യമില്ലാത്തടത്തൊക്കെ ഇടപെടുന്നത് കൊണ്ട്. അപ്പം സത്യം അറിയിച്ചതിന് ശേഷം ആ ഉടമസ്ഥൻ അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നുണ്ട്. ജയബാലേട്ട, എന്താ ഇവിടെ ഈ നടക്കുന്നത് എന്ന് ചോദിക്കുക. തള്ളയ്ക്കും മക്കൾക്കും ഭ്രാന്ത് അത്ര തന്നെ. എൻ്റെ കയ്യിലെ കാശ് മുടക്കി ഞാനൊരു തോട്ടം മേടിച്ചത് ഇപ്പോൾ കുറ്റമായോ? പിന്നെ അവരുടെ അച്ഛൻ മേടിക്കാനിരുന്ന തോട്ടമാണെന്ന് കരുതി അത് ഉപേക്ഷിച്ച് കളയാനേ എനിക്ക് തോന്നിയില്ല. നല്ല കണ്ണായ സ്ഥലത്തുള്ള തോട്ടമാണ്. ഈ ജയബാലൻ ഒന്നിൽ കണ്ണു വെച്ചിട്ടുണ്ടെങ്കിൽ അത് നേടിയെടുക്കാനും ഈ ജയബാലൻ അറിയാം. രാജേശ്വരിക്കും ജയബാലൻ്റെ ആ സംസാരത്തിൽ പന്തികേട് തോന്നുവാണെങ്കിലും തൻ്റെ ചേട്ടനെ മറികടന്നൊന്നും പറയാൻ രാജേശ്വരി ആഗ്രഹിക്കുന്നില്ല. അതിനപ്പുറം കാവേരിയും കുടുംബത്തെയും അത്രയധികം രാജേശ്വരിയും വെറുക്കുന്നുണ്ട്. ദേ നിന്നോട് ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. നിന്റെ മകൻ കണ്ടോ, ഇപ്പം തന്നെ അമ്മാവനായ എൻ്റെ കൂടെ നിൽക്കുന്നതിന് പകരം എന്നെ ഒരു കള്ളനാക്കാനാ അവ നോക്കിയത്. എന്നെ എതിർക്കുന്ന, എന്നെ നാശം ആഗ്രഹിക്കുന്ന ഒരു കുടുംബത്തിന് സപ്പോർട്ടായിട്ടാണ് അവ നിൽക്കുന്നത്. ഇതൊന്നും അത്ര നല്ലതല്ല. രാഗിണി വന്നു കഴിഞ്ഞാൽ എത്രയും വേഗം അവരുടെ കല്യാണം നടത്താനുള്ളതാ. ഇക്കാര്യങ്ങാനും രാഗിണി അറിഞ്ഞ അവൾക്കിത് സഹിക്കില്ല. അവളെ കല്യാണം കഴിക്കാൻ പോകുന്നവൻ വേറൊരു കുടുംബത്തെ പെണ്ണിൻ്റെ പിന്നാലെ നടക്കുന്നതൊന്നും അത്ര നല്ലതല്ല. ഇതൊക്കെ പണവള്ള വീട്ടിലെ ആണുങ്ങളുടെ വെറും ഒരു ഫാൻറ്റസി മാത്രമായിരിക്കും. പക്ഷേ നമുക്ക് അതത്ര നല്ലതല്ല. നിനക്കറിയാൻ മേലാഞ്ഞിട്ടാ ആ തള്ളയും മക്കളും വേണമെങ്കിൽ നിന്റെ മകനെ നിന്നിൽ നിന്ന് പിരിച്ചുകൊണ്ട് കല്യാണം കഴിപ്പിക്കും ആ കാവേരിയെ കൊണ്ട്. അല്ല, കാശുള്ള ഒരു ചെറുക്കനെ മരുമോനായിട്ട് കിട്ടിയ ശാരദയ്ക്ക് എന്താ പുളിക്കോ എന്ന് ചോദിക്കുക. ഇത് കേൾക്കുമ്പം വിശാലും പറയും, അതെ അച്ഛൻ പറയുന്നതൊക്കെ സത്യമാണ് അപ്പച്ചി. അത്രയ്ക്ക് മോശമാണ്. ആ യമുനയില്ലേ, ആ പെണ്ണാണല്ലോ എൻ്റെ പിന്നാലെയാ എപ്പോഴും. എനിക്ക് അവളോട് ഒരു താല്പര്യമില്ല. അത് പറഞ്ഞാൽ അവൾക്ക് മനസ്സിലാകണ്ടേ? ഇപ്പം പോലും അവൾ എന്നെ നോക്കുന്ന നോട്ടം കണ്ടായിരുന്നോ? ഞാനില്ലാതെ ജീവിക്കാൻ സാധിക്കില്ലെന്നൊക്കെ പറഞ്ഞ് എൻ്റെ മുന്നിൽ നിന്ന് കണ്ണീരൊഴിക്കവൾ അവൾ എന്ന് പറയാം. അപ്പം രാജേശ്വരിക്ക് നല്ല ദേഷ്യം വരികയാണ്.
അല്ലെങ്കിൽ തന്നെ നിവിനോട് ഇക്കാര്യത്തെപ്പറ്റി സംസാരിക്കണമെന്ന് തന്നെയായിട്ടാ ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. അവനെ ഇങ്ങനെ വിടാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. അവനോട് സംസാരിച്ചാൽ മാത്രം പോരാ, ആ തള്ളയോടും മക്കളോടും നീ പറഞ്ഞ് മനസ്സിലാക്കണം. പ്രത്യേകിച്ച് ആ അഹങ്കാരി പെണ്ണുണ്ടല്ലോ കാവേരി, അവൾ കാണിച്ചത് കണ്ടോ? എൻ്റെ കോളറി പിടിച്ച് എന്നോട് തർക്കിക്കാൻ മാത്രം അവൾ വളർന്നു. അവളെ ഞാൻ അങ്ങനെ വിടാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. അവൾ എൻ്റെ വഴി വെട്ടിക്കൊണ്ട് അവൾ വന്നു കഴിഞ്ഞാൽ പിന്നെ അവൾ ജീവനോടെ ഈ ഭൂമിയിൽ ഉണ്ടാകില്ല എന്ന് പറയാണ് കേട്ടോ. അപ്പം രാജയാണെങ്കിൽ പുച്ഛത്തോടെ ഇങ്ങനെ ചിന്തിക്കുകയാണ്. ഇതേ സമയം രാജേശ്വരി നേരെ സ്നേഹതീരത്ത് നിന്നാണ് തോട്ടത്തിൽ നിന്ന് ചെല്ലുന്നത്. രാജേശ്വരിയെ കാണുന്ന ശാരദയും മക്കളും ഒരു താല്പര്യമില്ലാതെ നിൽക്കുക. അപ്പം രാജേശ്വരി പറയും, നിങ്ങളുടെ ഒന്ന് ക്ഷണം സ്വീകരിച്ച് അകത്തേക്ക് ഇരിക്കാൻ വന്നതൊന്നുമല്ല, എനിക്കൊരു കാര്യം പറയണം. എൻ്റെ മകനെ എനിക്ക് വിട്ടുകിട്ടണം എന്ന് പറയാം. അത് കേൾക്കുന്ന നമ്മുടെ കാവേരിക്ക് നല്ല ദേഷ്യം വരിക. നിങ്ങളുടെ മകനെ ഇവിടെ ആരും പിടിച്ചു വെച്ചിട്ടില്ല, നിങ്ങളുടെ കൂടെ എല്ലാ കാര്യത്തിലും അവനും ഇപ്പോൾ ഉണ്ടല്ലോ എന്ന് ചോദിക്കുക. നിവിനോട് ഞാൻ ഒരു സഹായവും അഭ്യർത്ഥിച്ചിട്ടില്ല. അവനായിട്ട് ഞങ്ങളുടെ ഭാഗത്തെ ന്യായം കണ്ടിട്ട് ഞങ്ങളുടെ കൂടെ നിൽക്കുന്നതാ. അല്ല, അമ്മയായി നിങ്ങൾക്ക് പറഞ്ഞു തിരുത്താൻ കഴിയുന്നില്ല, പിന്നെ പുറത്തുനിന്നുള്ള എന്നോട് ഇത് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ എന്ന് ചോദിക്കുക. എനിക്കറിയാടി, നീ എൻ്റെ മകൻ നിന്നെ മതി എന്നും പറഞ്ഞ് ഒറ്റക്കാലം നിൽക്കുക. അവൻ നിന്റെ പിന്നാലെ നടക്കുന്നതൊക്കെ നിന്റെ ഈ തൊലിവെളുപ്പ് കണ്ടിട്ടായിരിക്കും. പക്ഷേ നിന്നെപ്പോലെ ഒരുത്തിയ മരുമോളായി ഞാൻ ഒരിക്കലും എൻ്റെ വീട്ടിൽ സ്ഥാപിക്കാൻ പോകുന്നില്ല. എൻ്റെ കുടുംബത്തിനു പറ്റിയ അന്തസ്സും അഭിമാനമുള്ള നല്ല കുടുംബത്തിലെ ഒരു പെൺകുട്ടിയെ തന്നെ അവനെ വേണ്ടി ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. ആ കുട്ടിയുടെ പഠനം കഴിഞ്ഞ് മടങ്ങിയെത്തിയാൽ ഉടനെ തന്നെ അവരുടെ വിവാഹവും കാണും. അതിനിടയിൽ അവൻ്റെ ജീവിതത്തിൽ ഒരു വിലങ്ങുതടിയായിട്ട് മാറാൻ നീ വഴിയിൽ വന്നുകൂടാ എന്ന് പറയാം. അത് കേൾക്കുമ്പം ശാരദ പറയും, ദേ രാജേശ്വരി, വീട്ടിൽ കയറി വന്ന് എൻ്റെ മക്കളോട് എന്ത് തോന്നിമാസവും പറയാമെന്ന് താൻ വിചാരിച്ചു വെച്ചിരിക്കുന്നെങ്കിൽ ഈ നിമിഷം ഈ വീട്ടിൽ നിന്ന് ഇറങ്ങണം എന്ന് പറയാം. അല്ലെങ്കിലും നിങ്ങളുടെ വീട്ടിൽ കയറി താമസിക്കാനൊന്നും ഞാൻ വന്നതല്ല. നിങ്ങളുടെയൊക്കെ സ്വഭാവം എനിക്ക് നന്നായിട്ട് അറിയാം. ശാരദ, കൂടുതൽ നല്ല പിള്ളയൊന്നും ചമയണ്ട. നിങ്ങളുടെ മൂത്ത മകൾ ഗംഗ, ഇവളുടെ കല്യാണം എങ്ങനെയാണ് നടന്നത്? അല്ല, വിനീതൻ്റെ അമ്മയ്ക്ക് ഒട്ടും താല്പര്യമില്ലാഞ്ഞിട്ടും ഭീഷണിപ്പെടുത്തിയും ശാരദ മകൾക്ക് ഭർത്താവിനെ ഉണ്ടാക്കി കൊടുത്തതാണല്ലോ. ആ ചെറുക്കനെ അവൻ്റെ അമ്മയിൽ നിന്ന് പിരിച്ചു. അതുപോലെ എൻ്റെ മകനെ എന്നിൽ നിന്ന് പിരിച്ചുകൊണ്ട് ദേ രണ്ടാമത്തെ മകൾക്കും ഭർത്താവിനെ ഉണ്ടാക്കി കൊടുക്കാനുള്ള ശ്രമമാണ് ശാരദ നടത്തുന്നതെങ്കിൽ അതിപ്പോഴേ തന്നെ മുളയിലെ നുള്ളിക്കോളാനാ ഞാൻ പറഞ്ഞത്. എൻ്റെ ചേട്ടനോട് വന്ന് ഇപ്പം സ്വത്തിനു വേണ്ടി നിങ്ങൾ വഴക്കുണ്ടാക്കി. അർഹതയില്ലാത്തടത്ത് വന്ന് നിങ്ങൾ ആളാകുന്നത് എന്താണെന്നൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. അതുപോലെ എൻ്റെ മകനെ കണ്ണും കൈയും കാണിച്ച് എൻ്റെ സ്വത്തുക്കളും സ്വന്തമാക്കാനായിരിക്കും തള്ളയുടെ മക്കളുടെ ശ്രമം എന്ന് പറയാം. അത് കേൾക്കുന്ന ശാരദ പറയും, ഈ നിമിഷം രാജേശ്വരി ഇവിടെ നിന്ന് ഇറങ്ങിക്കോളാം. നിങ്ങളുടെ മകനെ ഒരു കാര്യത്തിനും ഞങ്ങൾ വിളിച്ചിട്ടില്ല. അവനായിട്ടാ ഓരോ തവണയും വിനീതിനോടുള്ള സൗഹൃദം വെച്ച് ഇങ്ങോട്ട് കയറി വരുന്നത്. അപ്പം നമ്മുടെ കാവേരി പറയും, അല്ലെങ്കിലും ഇനി നിവിൻ്റെ ഒരു സഹായവും ഞങ്ങൾക്ക് വേണ്ട. നിവിൻ്റെ നല്ല മനസ്സൊന്നും നിങ്ങൾക്കില്ലെന്ന് എനിക്ക് എന്നേ മനസ്സിലായതാ. ഇനി ഞങ്ങളായിട്ട് നിവിനെ ഒരു കാര്യത്തിന് വിളിക്കുന്നില്ല. പിന്നെ നിങ്ങളുടെ മകനോട് എനിക്കൊരു സ്നേഹവും ഇല്ല. നിവിൻ്റെ മനസ്സിൽ എന്താണെന്നൊന്നും എനിക്കറിയത്തുമില്ല. അവനോട് എനിക്കൊരു സൗഹൃദം ഉണ്ടായിരുന്നു. നിങ്ങൾക്കില്ലാത്ത ഒന്ന് അവനുണ്ട്, നല്ലൊരു മനസ്സ് എന്ന് പറയാം. എന്തു പറഞ്ഞടി, എൻ്റെ സ്വഭാവത്തെ അളക്കാൻ മാത്രം നീയൊക്കെ വളർന്നോടി എന്ന് രാജേശ്വരി അപ്പം കാവേരിയോട് ചോദിക്കും. ദേ, ഇവിടെ നിന്ന് കൂടുതൽ കുറയ്ക്കാതെ ഈ നിമിഷം തന്നെ എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കോണം. ഇത് നിങ്ങളുടെ ടീക്കപ്പ് റിസോർട്ടല്ല വന്ന് ഭരിക്കാൻ എന്ന് കാവേരി പറയാം. അത് കേൾക്കുന്ന രാജേശ്വരിക്ക് മറുപടിയില്ലാതെ അവിടെ നിന്ന് ഇറങ്ങി പോവാണ് കേട്ടോ. അപ്പോൾ ശാരദയും ഗംഗയും കൂടി കാവേരിയുടെ അടുത്തേക്ക് ചെല്ലുക. മോളെ, രാജേശ്വരി ഇന്നിവിടെ വന്ന് പറഞ്ഞതൊക്കെ നീ കേട്ടോ? എത്രയൊക്കെ ആയാലും ആ ജയപാലൻ്റെ പെങ്ങളാ. ആ കുടുംബമായിട്ട് നമുക്കൊരു ബന്ധവും വേണ്ട. ഇനി നിവിനുമായിട്ടുള്ള സൗഹൃദം അത് മോൾ ഉപേക്ഷിച്ചേക്ക് എന്ന് പറയാം. അപ്പോൾ ഗംഗയും പറയും, അതേടി, അമ്മ പറയുന്നതിലും കാര്യമുണ്ട്. നിവിന് നല്ല സ്വഭാവമാണ്. വിനീതേട്ടനോടുള്ള സൗഹൃദം കൊണ്ടാണ് നമ്മളെ ഓരോ കാര്യത്തിൽ സഹായിച്ച് നമ്മുടെ കൂടെ നിൽക്കുന്നത്. പക്ഷേ ആ മനസ്സൊന്നും ആ കുടുംബത്തിലുള്ള ആർക്കും ഇല്ല. ഇപ്പം തന്നെ നീയും നിവിനും തമ്മിലുള്ള ബന്ധത്തെ ആ രാജേശ്വരി തെറ്റിദ്ധരിച്ചിരിക്കുക. നിങ്ങൾ തമ്മിൽ ഒരു അനാവശ്യ ബന്ധമുണ്ടെന്നാണ് അവർ പറയുന്നത്. അങ്ങനൊരു പറച്ചിലിനിടയാക്കണ്ട. ഇനി നിവിനോട് സ്ട്രിക്റ്റ് ആയിട്ട് പറയണം, നമ്മുടെ ഒരു കാര്യത്തിലും ഇടപെടരുതെന്ന് എന്ന് ഗംഗയും കാവേരി ഉപദേശിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കേൾക്കുന്ന കാവേരി തലയാട്ടി സമ്മതിക്കുകയാണ്. പക്ഷെ കാവേരിയുടെ മനസ്സിൽ ഒരുപാട് വേദനയുണ്ട്. തൻ്റെ അച്ഛൻ മരിച്ചതിന് ശേഷം ഓരോ കാര്യത്തിലും തന്നെ അത്രയേറെ സപ്പോർട്ട് ചെയ്ത് തനിക്ക് താങ്ങായി നിൽക്കുന്ന ആളാണ് നിവിന്. ആ നിവിൻ്റെ സൗഹൃദം തനിക്ക് അത്രയേറെ ആശ്വാസമാകുന്ന ഒന്നാ. അത് വിട്ട് കളയണോ വേണ്ടയോ എന്ന് വീണ്ടും വീണ്ടും കാവേരി ചിന്തിക്കുകയാണ്. കാവേരിയുടെ മനസ്സിലും പതിയെ പതിയെ നിവിനോടൊരു പ്രണയമൊക്കെ മുളച്ചു വരുന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ രാജേശ്വരിയുടെ ആ വാക്കുകൾ കാവേരിയുടെ മനസ്സിലുണ്ടായ ആ പ്രണയത്തെ മുളയിലെ നുള്ളിക്കളയാൻ പാകത്തിന് ഒതുങ്ങുന്നതായിരുന്നു. ആത്മാഭിമാനം വിട്ട് നമ്മുടെ കാവേരിക്ക് ഒന്നുമില്ലല്ലോ. അപ്പം നിവിൻ കാവേരിയെ വിളിക്കുന്നുണ്ട്. പക്ഷെ കാവേരി ഫോൺ എടുക്കുന്നില്ല. അപ്പം തന്നെ നിവിന് സംശയം തോന്നുന്നുണ്ട്, അമ്മ കാവേരിയോട് ചെന്ന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയോ എന്ന്. ഇതേ സമയം രാജേശ്വരി നിവിനുമായിട്ട് സംസാരിക്കുന്നുണ്ട്. നിന്നോട് എനിക്ക് കുറച്ച് സംസാരിക്കണം
സംസാരിക്കാനുണ്ട് എന്ന് പറയാം. എന്താ അമ്മയ്ക്ക് പറയാനുള്ളത്? അമ്മയോട് ഞാനൊരു കാര്യം പറയാം. ജയബാലങ്കൾ അയാൾ അമ്മ കാണുന്ന ആളൊന്നുമല്ല എന്ന് പറയാം. നീ പറഞ്ഞിട്ട് വേണ്ട എൻ്റെ ചേട്ടനെ എനിക്ക് മനസ്സിലാക്കാൻ. നീയൊക്കെ കാണുന്നതിന് ഒരുപാട് മുന്നേ അയാളെ കണ്ടു തുടങ്ങിയതാ. എൻ്റെ ചേട്ടൻ അത്ര നല്ലതൊന്നും അല്ലെന്ന് എനിക്കും അറിയാം. പക്ഷെ നീ ഒരു കാര്യം വിചാരിച്ചോ, നിന്റെ ഫ്രണ്ട് ഉണ്ടല്ലോ കാവേരി, അവൾ കരുതുന്ന പോലെ ഒന്നുമല്ല കാര്യങ്ങൾ. എൻ്റെ ഏട്ടൻ കഷ്ടപ്പെട്ട് മേടിച്ച തോട്ടത്തിലാണ് ആ തള്ളയും മക്കളും ഇപ്പം സ്ഥാനം ഉറപ്പിക്കാൻ നോക്കുന്നത്. അതൊന്നും അത്ര നല്ല കാര്യങ്ങളൊന്നും അല്ല. ഇന്ന് അവിടെ വന്ന് എത്ര കൾച്ചർ ഇല്ലാതെയാണ് അവർ പെരുമാറിയത്. ദേ, നിന്റെ മനസ്സിൽ എന്താണെന്നൊക്കെ എനിക്ക് വ്യക്തമായിട്ട് അറിയാം. അവളെ നിന്റെ ഭാര്യയായിട്ട് ഈ കുടുംബത്തിലേക്ക് ആനയിക്കാൻ ഞാനോ നിന്റെ അച്ഛനോ ഒരിക്കലും സമ്മതിക്കാൻ പോകുന്നില്ല. ഞങ്ങളെ ധിക്കരിച്ചുകൊണ്ട് അവളെ തന്നെ നിനക്ക് മതിയെങ്കിൽ എനിക്കൊന്നും പറയാനുമില്ല എന്ന് പറയാം. അപ്പം നമ്മുടെ നിവിൻ പറയും, അമ്മ എന്തൊക്കെ പറഞ്ഞാലും അമ്മയെ ധിക്കരിച്ചുകൊണ്ട് ഞാൻ ഒന്നും പ്രവർത്തിക്കാൻ പോകുന്നില്ല. പക്ഷേ അമ്മയുടെ മനസ്സിൽ എന്താണെന്നൊക്കെ എനിക്ക് വ്യക്തമാകുന്നുണ്ട്. അതൊന്നും ഒരിക്കലും നടക്കാനും പോകുന്നില്ല. എൻ്റെ ഭാര്യയുടെ സ്ഥാനത്ത് കാവേരി അല്ലെങ്കിൽ മറ്റാരും ഉണ്ടാകത്തില്ല. അമ്മയെ ധിക്കരിച്ച് ഞാനൊരു കാര്യം ചെയ്യത്തില്ല. അത് ഞാൻ അമ്മയ്ക്ക് തരുന്ന വാക്കാ എന്നും കരുതി അമ്മ കൂടുതൽ ഒന്നും മനസ്സിൽ കണക്ക് കൂട്ടുകയും വേണ്ട എന്നും പറഞ്ഞ് നിവിൻ അവിടുന്ന് പോവാണ് കേട്ടോ. നിന്നെ എൻ്റെ വഴിക്ക് എങ്ങനെ കൊണ്ടുവരണമെന്ന് എനിക്കറിയാം എന്ന് അപ്പം രാജേശ്വരി മനസ്സിലിങ്ങ് പറയാം. രാഗിണി ഇങ്ങ് വന്നോട്ടെ, അവളുമായിട്ടുള്ള നിന്റെ വിവാഹം എങ്ങനെയും ഈ രാജേശ്വരി നടത്തും. അതിപ്പോൾ എൻ്റെ വാശിയ. ആ കാവേരിയെ അങ്ങനെ ജയിക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് രാജേശ്വരി മനസ്സിലിങ്ങനെ പറയാണ് കേട്ടോ. അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ്സ് വഴി എന്നെ അറിയിക്കാനും മറക്കരുത്.